തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രവും സന്ദർശിച്ച് 6 കോടി രൂപ സംഭാവന നൽകി റിലയൻസ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനന്ത് അംബാനി. രാജരാജേശ്വരി ക്ഷേത്ര നവീകരണത്തിന് 12 കോടി നൽകുമെന്നും ഗുരുവായൂരിലെ ആനകളുടെ ക്ഷേമത്തിന് അധിക പിന്തുണ നൽകുമെന്നും അനന്ത് അറിയിച്ചു. ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളെന്ന നിലയിലാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവും അനന്ത് അംബാനി സന്ദർശിച്ചത്. 2 ക്ഷേത്രങ്ങൾക്കും 3 കോടി രൂപ വീതം സംഭാവന നൽകി. രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ സമഗ്ര നവീകരണത്തിനായി 12 കോടി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇതിൽ ചരിത്ര പ്രാധാന്യമുള്ള കിഴക്കൻ ഗോപുരത്തിന്റെ പുനരുദ്ധാരണവും ഉൾപ്പെടുന്നു. രാജരാജേശ്വര ക്ഷേത്രത്തിൽ അനന്ത് അംബാനി പൊന്നുംകുടം, പട്ടം, താലി, നെയ്യമൃത് തുടങ്ങിയ പരമ്പരാഗത വഴിപാടുകൾ സമർപ്പിക്കുകയും അശ്വമേധ നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു. 2 നൂറ്റാണ്ടിലേറെയായി കേടുപാടുകളോടെ നിലനിന്നിരുന്ന ഈ ഗോപുരത്തിന്റെ പുനരുദ്ധാരണ പ്രഖ്യാപനം ഭക്തർക്കും ക്ഷേത്ര ഭാരവാഹികൾക്കും സന്തോഷം പകർന്നു. 8 മണിക്ക് ആണ് ഇവിടെ അമ്പലത്തിലെത്തിയത്. 8:30 ശേഷം 8:30 പൊന്നുംകുടം വെച്ച് തൊഴുകയുണ്ടായത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടായ അശ്വമേധ നമസ്കാരവും അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ വക ഒരു മൊമെൻറ്റോ കൊടുക്കുകയുണ്ടായി. വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഷാളണിച്ച് സ്വീകരിക്കുകയുണ്ടായി. നിലവിലുള്ള ഇതിന് രൂപഭംഗി യാതൊരു കോട്ടവും വരുത്താത്ത രീതിയിൽ നവീകരണ പ്രവൃത്തി നടത്തേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നതിൻ്റെ കൂടി സാഹചര്യത്തിലാണ് ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു സംഖ്യ വന്നിരിക്കുന്നത്. ബാക്കി നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന DPR കൂടി പരിശോധിച്ചിട്ട് അടുത്ത ഘട്ടം തുക അനുവദിക്കുന്നതാണ് ദേവസ്വം പ്രതീക്ഷിക്കുന്നത്. അനന്ത് അംബാനിയോടൊപ്പം അടുത്ത സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു. ക്ഷേത്ര അധികാരികൾ അദ്ദേഹത്തെ പരമ്പരാഗത ബഹുമതികളോടെ സ്വീകരിച്ചു. TTK ദേവസ്വം പ്രസിഡന്റ് TP വിനോദ് കുമാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ KP വിനയൻ, മുഖ്യതന്ത്രി EP കുബേരൻ നമ്പൂതിരി, ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തളിപ്പറമ്പിൽ നിന്നാണ് അനന്ത് ഗുരുവായൂരിലെത്തിയത്. ക്ഷേത്രദർശനം നടത്തിയ ശേഷം 3 കോടി രൂപയുടെ സംഭാവന നൽകി. വൻതാര മുഖേന മൃഗപരിപാലനത്തിനുള്ള തന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ആനക്കോട്ടയിലെ ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പാക്കുകയെന്ന് അനന്ത് പറഞ്ഞു. ആനകൾക്കായി പ്രത്യേക ആശുപത്രിയുടെ നിർമ്മാണം, ചങ്ങലകളില്ലാത്ത അഭയകേന്ദ്രം, കൂടാതെ ആനകൾക്ക് മാനുഷികവും മാന്യതയുള്ളതുമായ ശാസ്ത്രീയ പരിപാലനം ഉറപ്പാക്കുന്ന ആധുനിക സൗകര്യങ്ങൾ വികസിപ്പിക്കൽ എന്നിവ ഉൾപ്പെടുന്നു. ഗുരുവായൂരിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉൾപ്പെടെയുള്ള ക്ഷേത്രാധികാരികൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.